ഹലോ ഗായ്സ്, പലടേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന ഒരു പാനസോണിക് ടാബ് 8ന്റെ റിവ്യൂ പ്ലസ് ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് നമ്മളെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ഈ വീഡിയോയുടെ താമസിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ ആക്സസറീസും കുറച്ച് നല്ല എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായി കാണുക. അപ്പം പറഞ്ഞില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് ടാബ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ നല്ല കിഡിലെ ഒരു പാക്കിംഗ് ക്വാളിറ്റിയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ പാനസോണിക്കിൻ്റെ കിഡിക്കാച്ച ലോഗോ പ്ലസ് ഇവിടെ ടാബ് 8 ഇതിൻ്റെ ടാബിൻ്റെ നെയിമും നൽകിയിട്ടുണ്ട്. പാനസോണിക്കിൻ്റെ ടാബിൻ്റെ ഒരു പ്രൊഫൈല് ഫ്രണ്ട് ഭാഗത്ത് തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ടാബിൻ്റെ കളർ അത് തന്നെ കറുപ്പ് കളറാണ് നൽകിയിട്ടുള്ളത്. എല്ലാ സൈഡിലും 4 സൈഡിലും നൽകിയിട്ടുള്ളത് കളറിൽ. പിന്നെ ബാക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ പാനസോണിക്കിൻ്റെ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. പിന്നെ ടാബ് 8 എന്ന് നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. പിന്നെ സൈഡിൽ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ X8 ഒക്ടാ കോർ പ്രോസസ്സർ എന്ന് പറഞ്ഞ് ഇവിടെ ഇത് നൽകിയിട്ടുണ്ട്. പിന്നെ ടാബിൻ്റെ ഈ കവറും നമുക്ക് ഇളക്കി
പിന്നെ ചാർജിങ് സി പോർട്ട്. ഇതാണ് ടാബിൻ്റെ വശത്തേക്ക് വരുന്നത്. ഇനി ടാബിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കവറിട്ട് ആ പൗച്ചിട്ട് കാണിക്കുന്നതായിരിക്കും. ഗൈസ് നമുക്ക് ഈ സിം എജക്ടർ വെച്ച് ഈ സിം പോർട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കേസ് ഇടാം. ഇളകിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരി നോക്കാം. ഞാൻ ഇതിൽ സിം ഇട്ടിട്ടുണ്ട്. ഞാൻ വോഡഫോണിൻ്റെ സിമ്മാണ് ഗൈസ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതാ കണ്ട. അപ്പോൾ ഇത് സിം പോർട്ടാണ്, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഇളക്കിയത്. അപ്പോൾ ഇതിലാണെങ്കിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഒരു പോർട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് 512 GB വരെ എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇട്ട് എക്സ്പാൻഡ് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ 2 നാനോ സിം കാർഡാണ് ഇടാനുള്ള പോർട്ട് നൽകിയിട്ടുണ്ട്. ഡ്യുവൽ 4G സിം ഇടാവുന്നതാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ പൗച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 2 നല്ല ബുഷുകൾ നൽകിയിട്ടുണ്ട്. തറ ഇടിച്ച് വീഴുകയാണെങ്കിൽ ഈ സൈഡിലേക്കൊന്നും പറ്റാതിരിക്കാനാണ് ഈ ബുഷുകൾ, ഈ സപ്പോർട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൗച്ചിട്ട് കണ്ടല്ലോ, നല്ല കിട്ടിലും ഒരു പൗച്ചാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ടാബ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഗെയിമിംഗ് പർപ്പസും ഇതിൻ്റെ ക്യാമറ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ടാബ് ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കുറച്ച് ആപ്ലിക്കേഷനും നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാമറയുടെ എഫക്റ്റും, ഈ ടാബിൻ്റെ ക്യാമറയുടെ എഫക്റ്റും കൂടെ തന്നെ ഗെയിമിങ്ങുമാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ക്യാമറയുടെ നമുക്ക് നോക്കാവുന്നതാണ്. ക്യാമറ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ക്യാമറ നൽകിയിട്ടുള്ളത്. ഈ ക്യാമറ നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് നമ്മളെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഗെയിമിംഗ് പർപ്പസ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയ കാരണം ഒരുപാട് ലെങ്ത് ആവും, വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ മാത്രമാണ് ഈ വീഡിയോ നമ്മളൊന്ന് ചെയ്തത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആ കാര്യം പറഞ്ഞ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് നമ്മളെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.